ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇടയ്ക്കൊന്ന് കുറച്ച് മാത്രം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചിക്കൻ ഇരുന്നു. അതാ ഇത്ര പീസേ ഉള്ളൂ. അതിനെ ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് വെക്കാമെന്ന് കരുതി, ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ജിഞ്ചർ ഗാർലിക്കൊക്കെ നന്നായിട്ട് ചതച്ച് ആണ്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ടാണ്. എന്നിട്ട് പിന്നെ ഓയിലൊന്നും മിക്സ് ചെയ്തിട്ടല്ല കേട്ടോ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ചിലർ ഓയിലൊക്കെ ഒഴിച്ചിട്ട്, ഞാൻ അങ്ങനെയൊന്നുമല്ല, അല്ലാതെ നോർമലായിട്ട് തന്നെയാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഈ പറഞ്ഞ പോലെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം സെറ്റായി. ഇനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, അതവിടെ ഇരുന്ന്. അപ്പോഴേക്കും നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. എൻ്റെ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ പാർലറിലേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ നല്ല മനോഹരമായ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. നന്ദനയിലാണ് കേട്ടോ ഞാൻ പോയത് ത്രെഡ് ചെയ്യാനായിട്ട്. നമ്മുടെ കള്ളിക്കാട് ഉള്ള പാർലറാണ്. അപ്പോൾ ഞാൻ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് ത്രെഡ് ചെയ്തപ്പോൾ ഉള്ള ലുക്ക്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഒരു സ്റ്റാച്ചു കണ്ടോ. അപ്പോൾ തിരികെ വരുന്ന വഴിക്ക് നമ്മുടെ വീരണകാവ് പൂരമാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആനയെ കുളിപ്പിക്കുന്നത് കാണാൻ വേണ്ടി പോയായിരുന്നു. കുറേ ആനകളുണ്ട്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഉച്ചയ്ക്കാണ് കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് ആനയൊക്കെ കുളിപ്പിക്കുന്നത് കണ്ടു. ഭയങ്കര ചൂടാണ്. അതിൽ ഒരു ആന ഭയങ്കര വയലൻ്റായിട്ട് തിരികെ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വൈകുന്നേരം നമ്മുടെ അമ്പലത്തിൽ കാട്ടാക്കട മുടുപ്പര നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോയി. ഇന്ന് അനുശ്രീ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആക്ട്രസ് അനുശ്രീ. അങ്ങനെ അനുശ്രീയൊക്കെ കണ്ടു, അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് മോൻ്റെ പ്രോഗ്രാമായിരുന്നു. ഇവരുടെ ഒരു കൈകൊട്ടിക്കളി പ്രോഗ്രാമാണ് ഇത്. ഞാൻ എന്താണ് വീഡിയോ അത് മ്യൂസിക് ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. ഞാൻ വെറുതെ ഒന്ന് കൊടുത്ത് നോക്കിയായിരുന്നു, അപ്പോൾ കോപ്പിറൈറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ നിർവാഹമില്ല വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഞാൻ വോയിസ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് കളിച്ചായിരുന്നു. മുരുകനായിട്ടാണ്. അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഞാൻ മുന്നേ ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ കളിച്ചു. പിന്നെ ഈ ഒരു കയ്യിൽ മയിൽപ്പീലിയും വേലും ഉണ്ടെങ്കിൽ അവൻ കളിക്കില്ല, സ്റ്റെപ്പ് എടുക്കില്ല. കാരണം കയ്യിൽ അതിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള അതൊരു മൈൻഡിൽ വെച്ചിട്ട് അവൻ സ്റ്റെപ്പ് എടുത്ത് കളിക്കില്ല. അത് കയ്യിലൊന്നും ഇല്ല എങ്കിൽ ഓക്കെയാണ്, ആൾ സ്റ്റെപ്പ് എടുത്ത് കളിക്കും നന്നായിട്ട്. ഇത് കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് ആൾക്ക് ഇച്ചിരി പാട് സ്റ്റെപ്പ് എടുക്കാനൊക്കെ കൈ കൊണ്ട്. അങ്ങനെ നന്നായിട്ട് കളിച്ചു. ഒത്തിരി ആളുണ്ടായിരുന്നു, ശരിക്കും ആളുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല പ്രോഗ്രാമും അതുപോലെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെറ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. അമ്മയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്നത് അമ്മയാണ്. എനിക്കിനിയിപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റത്തില്ല. കുട്ടികളെല്ലാവരും വളരെ ഭംഗിയായിട്ട്, അതുപോലെ തന്നെ ആ ഒരു റെഡ് ഗ്രീൻ കളറിലുള്ള ഡ്രസ്സ്, സ്കേർട്ട് ടോപ്പും കൂടെ ആയപ്പോൾ പിന്നെ ഇച്ചിരി വലിയ കുട്ടികൾ ഹാഫ് സാരി ആയിരുന്നു. സൂപ്പറായിരുന്നു കാണാനായിട്ട്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ പറഞ്ഞ പോലെ തെയ്യം, മുരുകൻ, അയ്യപ്പൻ, ശിവൻ, ഇതൊക്കെയാണ് അവൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് കളിച്ചു. എല്ലാവരും നന്നായിട്ട് കളിച്ചു. അപ്പോൾ മോൻ്റെ കയ്യിൽ അതിരിക്കുന്നത് കൊണ്ടാണ് അവൻ സ്റ്റെപ്പ് എടുക്കാണ്ട് അങ്ങനെ നിൽക്കുന്നത്. അല്ലാണ്ട് അവൻ കളിക്കും അത്യാവശ്യം, കുഴപ്പമില്ല. അവൻ്റെ പറ്റുന്ന രീതിയിൽ അവൻ്റെ പ്രായത്തിന് ചേർന്നിട്ട് അവൻ കളിക്കും, കുഴപ്പമില്ല. അപ്പോൾ ബാക്കി നിങ്ങൾ ഡാൻസ് കാണൂ കേട്ടോ. അങ്ങനെ അവരുടെ ഡാൻസൊക്കെ കഴിഞ്ഞു, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു.
അത് കഴിഞ്ഞിട്ട് മോൻ്റെ ഒരു വേറൊരു പ്രോഗ്രാം കൂടെ ഞാൻ ലാസ്റ്റ് ചേർക്കുവാണ്. ഇതൊരു ബാബു സ്വാമിയുടെ ഒരു സ്റ്റേജ് പെർഫോമൻസ് അവൻ ചെയ്തതാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ നാൾക്ക് മുന്നേ. അതിൻ്റെ ലാസ്റ്റ് ഒരു ഇതുപോലെ ഡാൻസ് കൂടെ ചെയ്തായിരുന്നു. പക്ഷേ ഇത് സോങ് ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്കിത് ഇടണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.